ശ്രീജ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെറിയ നീക്കങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താണ് പോലീസിന്റെ നീക്കങ്ങളെന്നറിയില്ല. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന തരത്തിലുള്ള ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. പോലീസിന്റെ നീക്കം എന്താണെന്ന് കൃത്യം മനസ്സിലാകുന്നില്ല. നമുക്കിപ്പോൾ വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നെന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നു. പക്ഷേ ഇത്രയും വലിയൊരു പ്രതിഷേധങ്ങൾക്ക് ഇടയിൽ എങ്ങനെയാണ് അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ എത്തിക്കാൻ പറ്റും എന്നാണ് അറിയേണ്ടത്. ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ഈ ബസ് കുറച്ച് അല്പം മുന്നോട്ട് പോകുന്നു. കൂടുതൽ ആളുകൾ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് മറ്റു ആളുകൾ നീങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്താണ് പോലീസിന്റെ നീക്കങ്ങൾ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല, ഔദ്യോഗിക സ്ഥിരീകരണമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം ഗേറ്റ് വഴി അകത്ത് കടന്നതായി ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ശ്രീജ, അത് കൃത്യമായി അറിയേണ്ടതുണ്ട്. ഏതായാലും പോലീസ് വാഹനം രണ്ടാമത്തെ ഗേറ്റ് ലക്ഷ്യമാക്കി നീങ്ങുന്നതാണ് ഇപ്പോൾ ഈ തത്സമയ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണുന്നത്. ഓസ്തൂർക്ക് കോടതിയുടെ ഒന്നാം ഗേറ്റിൽ നിന്നും രണ്ടാം കോടതിയിലേക്ക് പോകുന്ന ഭാഗത്ത് ഉള്ള തത്സമയ ദൃശ്യമാണ്. കൊണ്ടുവന്നിരിക്കുന്നു എന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പോലീസ് വാഹനം ഇപ്പോൾ രണ്ടാമത്തെ ഗേറ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ ഗേറ്റിന് മുന്നിലാണ് വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് രണ്ടാം ഗേറ്റ് വഴി അകത്തേക്ക് കയറ്റുമോ എന്ന് അറിയേണ്ടത്. കൂടുതൽ ആളുകൾ ആ രണ്ടാം ഗേറ്റ് കേന്ദ്രീകരിച്ച ആളുകളൊക്കെ പോകുന്നതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. പോലീസ് ഇവിടെ നിന്നും പിൻവാങ്ങിയ സാഹചര്യം ഉണ്ടായത്. അങ്ങനെയൊക്കെ മുഴുവൻ പോലീസും രണ്ടാം ഗേറ്റിലേക്ക് മാറിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ പ്രതിഷേധം, ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ കാണുന്നത് നമുക്കിനി അകത്ത് പോലീസ് പൂർണ്ണമായും ഗേറ്റ് അടച്ച് അകത്ത് കയറാൻ കഴിയാത്ത രീതിയിൽ പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിലകത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഈ നമ്മളിപ്പോൾ ആ രണ്ടാം ഗേറ്റിലേക്ക് എത്താൻ അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ഹാജരാക്കിയോ അതാണ് അറിയേണ്ടത്. ദൃശ്യം തന്നെ നമുക്കിതിന് സ്ഥിരീകരണമായി നമുക്ക് ലഭിക്കും. പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ വൈകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ പറ്റുമായിരിക്കും. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലീസ് ആളുകളെ കൂട്ടി കടത്തിവിടുന്നില്ല. രണ്ടാം ഗേറ്റിലേക്ക് പോലീസ് ബസ് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. പോലീസിന്റെ നീക്കം എന്താണെന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. കോടതിയിൽ ഹാജരാക്കിയ ഒരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത അല്പസമയത്തിനകം ലഭിക്കും. നമ്മളിപ്പോൾ രണ്ടാം ഗേറ്റിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഈ ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യം അതുതന്നെയാണ്. ഈ പോലീസ് ബസ് കോടതി രണ്ടാം ഗേറ്റിലെ കേന്ദ്രീകരിച്ച് പോകുന്ന സാഹചര്യമാണ് ഇതിപ്പോൾ കാണാം. ഇതാണ് ഈ പോലീസ് ബസ്. അങ്ങനെയാണെങ്കിൽ ഈ ബസ്സിനകത്ത് രാഹുലിനെയും കയറ്റി ഇവിടെ നിന്നും കൊണ്ടുവരാം. പക്ഷേ ഇപ്പോൾ ആളുകൾ അപ്പുറത്തുണ്ടായിരുന്ന എല്ലാ ആളുകളും രണ്ടാം ഗേറ്റ് കേന്ദ്രീകരിച്ച് എത്തിയതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. തീർത്തും നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ മണിക്കൂറുകളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു വ്യക്തതയും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഈ ഒന്നാമത്തെ കോടതിയുടെ അകത്ത് പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഒന്നും തന്നെ കോടതിയുടെ ഗേറ്റിനകത്ത് ഒന്നാമത്തെ ഗേറ്റും രണ്ടാമത്തെ ഗേറ്റും പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ എപ്പോൾ ഹാജരാക്കും, അങ്ങനെ ഹാജരാക്കുമെന്നാണ് അറിയേണ്ടത്. ഇതിപ്പോൾ കോടതി രണ്ടാം ഗേറ്റിലെ പാതയാണ് ഇപ്പോൾ കാണുന്നത്. നേരെ എതിർവശത്താണ് ഈ ആളുകളൊക്കെ ഉള്ളത്, കൂടുതൽ ആളുകളുള്ളത്. ഇതെല്ലാം DYFI പ്രവർത്തകരാണ് ഇവിടെയുള്ളത് കൂടുതലായും. പക്ഷെ ഇവർക്കൊന്നും ഇതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടല്ല അവർ വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ മുതൽ തന്നെ ഇവിടെ കീഴടങ്ങുമെന്ന ഒരു വിവരം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുമെന്ന സൂചനകളിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. ആ ഒരു ക്രമീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളതും. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ആളുകൾ ഇവിടുന്ന് എത്തുന്ന സാഹചര്യം. കാരണം ഈ തത്സമയ ദൃശ്യങ്ങൾ തന്നെ പറയും ഇത്രയും ആളുകൾ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത്. ഏതായാലും ഇനി എങ്ങനെ അറസ്റ്റിലായി, എവിടെ നിന്നും അറസ്റ്റിലായി എന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ വൈകാതെ തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ രണ്ടാം ഗേറ്റിന്റെ ആ ഒരു പരിസരത്താണ് ഉള്ളത്. കോടതി പരിസരം പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല. അങ്ങനെ
എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും പോലീസ് അതിന്റെ കോടതി പരിസരത്ത് മുഴുവൻ പോലീസിന്റെ ആളുകളെ നീക്കം ചെയ്ത് ഗേറ്റിന് പുറത്ത് മാറ്റിയിരിക്കുന്നു. പക്ഷേ ഈ സാഹചര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക അസാധ്യമാണ്. അത്രത്തോളം ആളുകളാണ്, അത് BJP പ്രവർത്തകരുണ്ട്, DYFI പ്രവർത്തകരുണ്ട്, വലിയ തോതിലുള്ള ആളുകൾ എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാണാൻ കഴിയുന്നത് ഹോസ്ദുർ കോടതിക്ക് മുന്നിൽ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് ഇതുവരെ ഒരു കാര്യവും വ്യക്തമാക്കിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം ഏത് സമയവും കീഴടങ്ങിയേക്കാം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായേക്കാം എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതായിരിക്കും. കാരണം 5 മണിക്ക് കോടതി പിരിയേണ്ടതാണ്. പക്ഷേ ഹോസ്ദുർ കോടതിയിൽ ഇപ്പോഴും മജിസ്ട്രേറ്റ് തുടരുകയാണ് എന്നതാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായി വന്നിരിക്കുന്നത്. ഒന്നുകിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ വേണ്ടി എത്തും എന്നുള്ള സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ടാവാം. ഈ 2 കാരണങ്ങൾ ഉണ്ട്. അതിനാൽ തന്നെ പോലീസിന്റെ വലിയ സന്നാഹമാണ് ഇപ്പോഴും ഹോസ്ദുർ കോടതിക്ക് മുന്നിൽ ഉള്ളത്. അതേസമയത്ത് തന്നെയാണ് BJPയുടെയും DYFIയുടെയും പ്രവർത്തകർ MLAക്കെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. മാങ്കൂട്ടത്തിലിനെ തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് DYFIയുടെയും BJPയുടെയും പ്രവർത്തകർ പോകുന്നത്. എന്തായാലും പോലീസ് വലിയ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് പോലീസ് പിന്മാറുന്നു എന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ വലിയ വാഹനം ഇപ്പോഴും അവിടെ പോലീസ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഗേറ്റിലേക്ക് പോലീസ് വാഹനം നീങ്ങുന്നു. അങ്ങനെ നാടകീയമായ രംഗങ്ങൾ ഇപ്പോഴുമുണ്ട്. ഉച്ചയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്ത് കോടതി തള്ളിയത്, സെഷൻസ് കോടതി തള്ളിയത്. അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കും മുൻകൂർ ജാമ്യത്തിനായി എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ സർട്ടിഫൈ ചെയ്ത കോപ്പി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിൻ്റെ വിശദമായ വിധിപ്പകർപ്പ് കിട്ടുവാൻ താമസം നേരിടും. അതിനാൽ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുവാൻ സാധിക്കില്ല. പക്ഷേ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. നാളെ തന്നെ ഹൈക്കോടതിയിൽ അടിയന്തരമായിട്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം ഉന്നയിച്ചേക്കാം എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. അതേസമയത്ത് തന്നെയാണ് കീഴടങ്ങുന്നോ അതോ അറസ്റ്റിലാകുന്നോ? പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ പോവുകയാണോ അതോ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തോ? അഭ്യൂഹം നിലനിൽക്കുകയാണ്. ജാമ്യമില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. വൈകിയ തീരുമാനം പാർട്ടിക്ക് തിരിച്ചടിയാണ്. നേതൃത്വത്തിന്റെ നിശബ്ദതയും കാലതാമസവും ഇന്നാണ് കോൺഗ്രസിനെ കുടുക്കുന്നത്. പാർട്ടിയുടെ നൈതികാവകാശം തകർന്ന് തരിപ്പണമാക്കിയിരുന്നു. CPMനെ വിരൽ ചൂണ്ടി മാതൃകാ തീരുമാനമെടുത്തുവെന്ന് വീമ്പ് പറഞ്ഞ കോൺഗ്രസിന് ഇന്നലെ തന്നെ പുറത്താക്കിയെന്ന് വിശദീകരിക്കേണ്ടി വന്നത് പരിഹാസ്യമാണ്. നൈതികത പറഞ്ഞ പാർട്ടിക്ക് തന്നെ നൈതിക പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. മുൻകൂർ നടപടി പറയുന്നവർ എന്തുകൊണ്ട് കാത്തിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ദൂരം കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കുകയാണ്. രാഹുൽ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ട് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചത് ചില്ലറ പ്രതിസന്ധിയിലുമല്ല. സരിനെ CPM പാളയത്തിലേക്ക് തള്ളിയതും നേതൃക്ഷമതയുടെ പാളിച്ചയാണ്. ഉമ്മൻചാണ്ടിയുടെ വ്യക്തമായ ടിക്കുണ്ടായിട്ടും JS അഖിലിനെ പോലുള്ളവർക്ക് രാഹുലിനായി വഴിമാറേണ്ടി വന്നതും ഷാഫിയുടെ ഗുണ്ടാശക്തിയിൽ A ഗ്രൂപ്പ് മാനേജർമാർ മാങ്കൂട്ടത്തിന് വേണ്ടി തലകുനിച്ചതിനാലാണ്. ജനാധിപത്യം പറയുന്ന പാർട്ടിയെ നിയന്ത്രിച്ചതും ധാർമ്മിക മുഖം തകർത്തും പാർട്ടിയിലെ ഈ ജൻസി ഇരട്ടകൾ വിലസുകയായിരുന്നു. ഇന്ന് പയണ്ടി പേര് ചർച്ച ചെയ്യുകയാണ്. കള്ളൻ പുറത്തായി, കഞ്ഞി വെച്ചവന് പിടി വീഴേണ്ടേ എന്ന കാര്യം.